നമ്മളെ കൂടെ വേറൊരാളും പാടെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ അയൽവാസിയാണ്. പുതിയ അതിഥി. ഊബർ സെറ്റ് അല്ലേ, എല്ലാവരും വന്നോളി. കുറച്ചേരം ഇങ്ങനെ ഇരിക്കാം അല്ലേ, കുറച്ചേരം ഇങ്ങനെ ഇരിക്കാം. നമ്മളൊരു കണ്ടമാന സമയം കിടന്നുറങ്ങി. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, 6:14 ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം, ജസ്റ്റ് ഒന്ന് തുടക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഊബറും പാടെ ഓണാക്കട്ടെ, ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുത്ത് ഓടാലോ. അപ്പോൾ ഞാൻ ഊബറും റാപ്പിഡോയും പാടെ ഓണാക്കി വെച്ചിട്ട് കേട്ടോ, യാത്ര ഓണാക്കിയില്ല. യാത്ര ഇനി മുതൽ ഓണാക്കണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം അതിൽ ട്രിപ്പ് അടിക്കണില്ല, എത്ര കാലമായി അതിൽ ട്രിപ്പ് അടിച്ചിട്ട്. അപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് തോറ്റ് നോക്കട്ടെ. അവിടെ ഇന്നലെ മൂത്രമായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഞാൻ ഇതുകൊണ്ട് തുടക്കൂല. അവിടെ വണ്ടിയിൽ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല, ഞാൻ അങ്ങനെ അസുഖമായിട്ട് വരുന്നതുകൊണ്ട് സ്മെല്ലില്ലെന്നാവോ എന്താ അറിയില്ല. ഇന്നലെ പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ കൊതുകിൻ്റെ ഒരു കളിയായിരുന്നു. ഇന്നലെ ലാസ്റ്റത്തെ ട്രിപ്പ് ക്ലോസ് ചെയ്യണം അതുവരെ കൊതുകുണ്ട് ഇതിനുള്ളിൽ. അധിക കസ്റ്റമറും ബേക്കിൽ നിന്ന് കൊതുകിനെ അടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അടിച്ചാൽ തീരൂരാറിന്. ഇന്ന് രാവിലെ മുതലേ തുടങ്ങിക്കണു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു അത് ഈ നേരമായതുകൊണ്ടാവില്ലേ എന്ന് പറഞ്ഞു, ഈവനിങ്. അല്ല, അത് രാവിലെ തന്നെ കയറിയിരിക്കണമെന്ന് പറഞ്ഞു. ചേച്ചി ഒന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നല്ല സംഭവം, കുറേ ഉണ്ട്. ഞാൻ തന്നെ എത്തണത്തിനൊക്കെ ഒന്ന് പറയുന്നേരെ ഇത് എവിടെ നിന്നാണ് കയറിപ്പെട്ടെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് കൊതുക്. എന്താണ് എവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ മുണ്ടമ്പാലം പോയപ്പോൾ അവിടെ നല്ല കൊതുകുണ്ടായിരുന്നു. ഞാനവിടെ ഒരു ബെഞ്ചുമ്മ ഇരുന്നപ്പോൾ. അപ്പോൾ ഞാൻ അവിടെ നിന്നായിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ കയറിപ്പെട്ടാണ് എന്താ അറിയില്ല. എന്തായാലും ഇന്ന് മുണ്ടമ്പാലം പോകണ്ട നമുക്ക്. നമ്മളെ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഊബറൊക്കെ ഓണാക്കിയിട്ടുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം, ഞാൻ ഇന്നലെ രാത്രി നല്ലൊരു പെരി അൽഫാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ടേ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നണത് അതും പാടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ. കാരണം ഇനി ഓട്ടത്തിൻ്റെ അടിയിൽ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പമ്പിലൊന്നും കയറി നമുക്ക് വലിയൊരു സാറ്റിസ്ഫൈഡ് അല്ല, റൂമിൽ തന്നെ ആകുമ്പോഴേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രഭാത കർമ്മം കൂടി കഴിഞ്ഞിട്ട് വരാം. എന്തായാലും ഒരു അരമണിക്കൂർ 6:20 ആയിക്കണു, 7 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഇറങ്ങണം. സോ വണ്ടി വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ് ആവും, അതൊന്നൊരു വിഷയമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. 7:23 കേട്ടോ. ഞാൻ ഊബറോ റാപ്പിഡൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമ്മളെ കൂടെ വേറൊരാളും പാടെ ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ അയൽവാസിയാണ്. പുതിയ അതിഥിയാണ്. കുറച്ചായി ഓടാൻ തുടങ്ങിയിട്ട്. ഷിഫ്റ്റ് ഡിസയറൊക്കെ കൊടുക്കണം, എന്താവുന്നാവോ ഈ ഓട്ടം ഇല്ലാത്ത സമയത്ത്. ഓരോരുത്തർ ഇങ്ങനെ വണ്ടി എടുത്ത് വരിക. അപ്പോൾ സമയം ഇപ്പോഴേ 7:24 അല്ലോ. റാപ്പിഡോ 12 കിലോമീറ്റർ എനിക്ക് കിട്ടിയത്തെ. ഞാനേ ഇപ്പോൾ വീഡിയോ എടുത്തത് ആ റിസർവേഷൻ ട്രിപ്പ് എടുത്തിന്, അത് ക്യാൻസൽ ചെയ്യട്ടെ. അത് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് അത് 8:10 കേട്ടോ. അത് ക്യാൻസൽ ചെയ്യട്ടെ. അത് വേണമെങ്കിൽ ഇവന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കേന്, അത് അവന് കിട്ടിയില്ല. ഇതിപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്യുമ്പോൾ പോയി. റാപ്പിഡോയിലാണ് ഇന്നത്തെ കഴിഞ്ഞിട്ട് ട്രിപ്പ്. സൂസനാണ് കേട്ടോ നമ്മളെ കസ്റ്റമറുടെ പേര്. എവിടുന്ന കൊല്ലം കുടുംബങ്ങൾ തന്നെ. ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. മറ്റേത് 8:10 പിക്കപ്പ്. അപ്പോൾ ഏതായാലും നന്നായി. കത്തിരിക്കടവൊക്കെ ഉണ്ട് 197 റുപ്യ. അപ്പോൾ ഏതായാലും നമ്മളെ സൂസനെ പോയിട്ട് പിക്ക് ചെയ്യട്ടോ. വണ്ടി ഇറങ്ങടാ, അങ്ങോട്ട് വരാട്ടോ. ഇവനെ ഞാനേ മാപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തുക്കണം, അതിനാലും പൊട്ടിക്കൂടും ഇടയ്ക്ക്. നമ്മളെ സൂസനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ജസ്റ്റ് നമ്മള് 500 മീറ്റർ പോകുന്നപ്പത്തിന് റിൻഷത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ട്രിപ്പ് അടിച്ചു എന്ന് പറഞ്ഞാണ്ട്. ഞമ്മക്ക് 400 മീറ്ററും കൂടി ഉള്ളു പിക്കപ്പ്. അപ്പോൾ അവനെന്തോ 170 രൂപയുടെ ഊബറിൽ ട്രിപ്പ് അടിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ചിലപ്പോൾ ഈ റാപ്പിഡോൻ്റെ ട്രിപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ട്രിപ്പ് കിട്ടീന്. അത് 250 മീറ്റർ അത്ര പിക്കപ്പ്. പക്ഷെങ്കിൽ അത് കിലോമീറ്റർ ഉണ്ടാവും. നമുക്കിത് 12 കിലോമീറ്റർ എത്രയാണ്, 200 സംതിങ് ഉണ്ട് റാപ്പിഡോൻ്റെ റേറ്റ്. പിക്കപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അത്യാവശ്യം റേറ്റുള്ള ട്രിപ്പാണ്. ഇത് എടുക്കാൻ നോക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ ചാടി എടുത്ത്. അപ്പോൾ ഏതായാലും സൂസനെ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഞാൻ വീണ്ടും ഊബർ ഓണാക്കിയിട്ടുണ്ട്. നമുക്കതിന് 246 രൂപയായിട്ട് കിട്ടിയത്. അത് നമ്മൾ പോകുന്നത് എത്ര 12 കിലോമീറ്ററോ, ചെറിയ ദൂരമുള്ളൂ. 12.47 കിലോമീറ്റർ, 19 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. 27 മിനിറ്റ് ആയിട്ടോ. ഞാൻ ഊബറും പാടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. സമയം 8 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റമറേ വന്ദേ ഭാരതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കണം, കോഴിക്കോട്ടേക്ക്. അപ്പോൾ ഏതായാലും ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് വന്ദേ ഭാരതിൻ്റെ ട്രിപ്പ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊബറും പാടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അപ്പുറത്ത് അവിടെ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനിവിടെ നമ്മളെ സമൃദ്ധി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്, നോർത്ത് സേവനോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി നമ്മൾ ഒരു വണ്ടീൻ്റെ ബാക്കിൽ പാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴും എനിക്ക് പറ്റണ ഒരു അബദ്ധമാണ്. നമ്മളിത് വേറെ ആർക്കെങ്കിലും വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടായിക്കോട്ടെ ചിലപ്പോൾ അടുപ്പിച്ചിടും. അത് പിന്നെ നമുക്ക് തന്നെ ഒരു പ്രശ്നമാവും. കാരണം
അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ വെഹിക്കിൽ വന്ന വണ്ടി അടുപ്പിച്ചിടും. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ ഇട്ടിച്ചിക്കണേ, ഒരു ഇത്തിരി ബാക്ക് ഇട്ടാണ്ട് ഫ്രണ്ട് എടുത്ത് പോകാമല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി 8:30 ആവട്ടെ, 8:03 അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. വന്ദേ ഭാരത് വന്നു മക്കളെ. 8:29 സമയം. അനുശ്രീയാണ് നമ്മളെ പിക്കപ്പ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് നമ്മളെ റിൻഷത് വിളിക്കുന്നുണ്ട്. റിൻഷത് മറ്റേ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓ നമ്മളെ വെഹിക്കിലൊരു വണ്ടി വന്നിട്ട് ഒതുക്കി വെക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ഏതായാലും വണ്ടി ഓടിച്ചോണ്ട് കയറ്റിട്ട് അയാൾക്ക് ഇവിടെ വണ്ടി ഇടാനോ. ഇവിടെ മൊത്തം ബ്ലോക്കായിട്ടോ. വന്ദേ ഭാരത് വന്നാൽ ഇതാണ് പ്രശ്നം, ഇവിടെ മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കണം. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടുന്ന് നേരെ പോയാൽ നമ്മളെ അഭിരാമി റെസ്റ്റോറൻ്റ് ഉണ്ട്. കസ്റ്റമറോട് അവിടേക്ക് നടന്നു വരാൻ പറയേണ്ടി. കാരണം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് കയറലും നടക്കൂല, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങലും നടക്കൂല. അപ്പോൾ അനുശ്രീൻ്റെ ഹെഡൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആളെ വിളിച്ചിട്ട് ഏകദേശം അവിടെ എത്താൻ നേരത്തെ വിളിക്കാം, ഇവിടെ ആ റൂട്ടിൽ എത്തിയിട്ട് വിളിക്കാം. എന്നിട്ട് ലഗേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങാൻ പറയാം. അതായിരിക്കും നല്ലത്. ലഗേജ് ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളിൽ തന്നെ പോകേണ്ടി വരും. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ അധിക കസ്റ്റമറും പുറത്തേക്ക് വരാമെന്നാണ് പറയല്. കാരണം എന്താ വെച്ചാൽ അവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ കുറേ സമയം പോകുന്നത്. അപ്പോൾ അധികം ആൾക്കാരും പുറത്തേക്ക് വരാമെന്നാണ് പറയല്. നമുക്ക് ഏതായാലും ആ റൂട്ടിൽ എത്തിയിട്ട് കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾക്ക് ലഗേജ് ഉണ്ടാവും? ഞാൻ ഫ്രണ്ടിലുണ്ട്, മെയിൻ എൻട്രൻസ് ഉണ്ട് അവിടെ. അല്ല ലഗേജ് അവിടെ തിരക്കില്ലേ? എന്നാ അഭിരാമിയുടെ ഓപ്പോസിറ്റ് നിക്കട്ടെ. അവിടെ വന്ന ലഗേജ് ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. എന്നാ അവിടെ ജസ്റ്റ് വന്നോ. ഇപ്പൊ കണ്ടില്ലേ കസ്റ്റമർ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞത്. കാരണം നമ്മളെ മുമ്പിൽ ഫുള്ള് ബ്ലോക്കായി. എവിടേക്കാണ് ഇയാള് വരുന്നത് ഈ ബെൻസ് കൊണ്ട്? തട്ടിക്കല്ല മൊത്തേ. ശരിക്കും ഇവിടെ നമുക്ക് ആ കാറ് പോണ മാതിരി അവൾക്ക് റൈറ്റ് തിരിഞ്ഞ് പോകണം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങാതെ നടക്കൂല. കണ്ടോ ഈ വണ്ടി ആളഞ്ഞ അവിടെ ബ്ലോക്കായി. നമുക്കിപ്പോൾ ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നേരെ അവിടെയാണ് അഭിരാമി ഹോട്ടലുള്ളത്. അവിടെ നമ്മൾ കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ പിക്ക് ചെയ്തിട്ട് നേരെ പോവാം. 3400 അകത്ത് വലിയ തിരക്കില്ലേ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ ഊബറിൻ്റെ. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് പോന്നപ്പോൾ തന്നെ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിരുന്ന വഴിക്ക് തന്നെ ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കി വെച്ച് 158 രൂപ കേട്ടോ അതിന് നമുക്ക് കിട്ടിയത്. അത് എത്ര കിലോമീറ്റർ ഇപ്പോൾ പോകുന്നത്? 8 കിലോമീറ്റർ പോകുന്നുണ്ട്. റേറ്റ് 200 രൂപയാണ് ടോട്ടൽ വാങ്ങിയത്, 26 മിനിറ്റ്. അപ്പോൾ നേരെ ഇവിടുന്ന് പത്തരിപ്പാലത്തേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ? CNG അടിക്കാൻ ഞാൻ നോക്കുമ്പോൾ 1 കിലോമീറ്റർ എന്തോ ഉള്ളൂ. 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് CNG അടിക്കട്ടെ. ഞാൻ ഏതായാലും പത്തരിപ്പാലം മെട്രോ സ്റ്റേഷനിക്ക് ഡെസ്റ്റിനേഷൻ എടുക്കണം ഊബറിൽ. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ആകെ 3 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പം ഇനി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ തൊട്ടപ്പുറത്തേക്കൊക്കെ എവിടേക്കായാലും ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല. ഒരു ചെറിയ ലോക്കൽ എന്തായാലും ഓടാനുള്ള CNG ഉണ്ടാവും. ഒരു ട്രിപ്പ് ചെറുതടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ഒക്കെ ആവുകയുള്ളേ. നമുക്കിങ്ങനെ ഓണാക്കിയൊന്ന് പോയി നോക്കാം, കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഞാനേ ഊബർ ഓഫ്ലൈൻ ആക്കിട്ടോ. ഇവിടെ ഇനി കുറച്ചും കൂടി പോയാലൊരു 1/2 കിലോമീറ്റർ കൂടി പോയാൽ നമ്മളെ പമ്പ് എത്തും. അപ്പോൾ ഇവിടെ എത്താൻ നേരത്ത് ഞാൻ ഊബർ ഓഫ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ച് 140 എത്ര രൂപയുടെ ട്രിപ്പായിരുന്നു. പക്ഷെ 4 കിലോമീറ്റർ എന്തോ ഉണ്ട് ഡ്രോപ്പ്. അതിന്മേൽ പത്തരിപ്പാലെന്നൊക്കെ എഴുതിയിരിക്കണു. അപ്പോൾ ഞാൻ പത്തരിപ്പാലം കണ്ടപ്പോൾ വേഗം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സാധനം പോയി. കാരണം 4 കിലോമീറ്റർ എന്നൊക്കെ കണ്ടപ്പോൾ കാരണം ഇനി ആകെ 1/2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ 4 കിലോമീറ്റർ പോയാൽ നഷ്ടമാണ്. അപ്പോൾ പിന്നെ പത്തരിപ്പാലം കണ്ടപ്പോൾ ഞാൻ വേഗം ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഏതായാലും പോട്ടെ. അപ്പോൾ ഞാൻ വേഗം ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ CNG അടിച്ചിട്ടോ 716 രൂപ കേട്ടായത്. ഫുൾ ടാങ്ക് കയറിയുണ്ട്. 2 വട്ട പെട്രോളും ഉണ്ട്. കഴിഞ്ഞ CNGയിൽ നമ്മൾ 167 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. അയ്യോ ഊബർ ഓൺ ആക്കിയില്ല. ഊബർ ഞാൻ അടിക്കണ സമയത്ത് ഓൺ ആക്കണം എന്ന് എഴുതിയതിന് മറന്നു. ഇപ്പോൾ ഏതായാലും ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ട്രിപ്പ് അടിക്കുമോയെന്ന് അറിയില്ല. ഞാനിവിടെ നിൽക്കലില്ല CNG അടിച്ചിട്ട്. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ലെഫ്റ്റിൽ നിൽക്കലുണ്ട്. കുറച്ച് നേരം ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിർത്തി നോക്കില്ല. എന്നുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കേണ്ടി വരും. അങ്ങനെ കേസ് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റെഫി. ഇത് 8-9 കിലോമീറ്റർ എത്ര ഉണ്ട് ഡ്രോപ്പ് ചെയ്യാൻ. 450 മീറ്റർ കേട്ടോ ഡ്രോപ്പ് പിക്കപ്പ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ട് അല്ലേ. ഞാൻ കുറച്ച് നേരം പമ്പിൽ നിന്നു. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കൂനമത്തായി ടെമ്പിൾ റോഡാണ്. നല്ല പ്രഷറാണല്ലോ. 200 മീറ്റർ പോകുന്നപ്പോൾ ഇതിന് ഒരു കട്ട കഴിഞ്ഞ്. അപ്പം ഇനി ഏതായാലും കുറച്ച് ട്രിപ്പൊക്കെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കാണാം. സമയം ഇപ്പോൾ 6:07 ആയിട്ടോ. നമ്മളാകെ ഊബറിൽ 2 ട്രിപ്പ് ഓടിയിട്ടുള്ളൂ. പിന്നെ റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് ഓടിയുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ 9:30 ഓടിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൊടുന്ന് വെച്ചിക്കണേ. ഇത് നമ്മളെ നാട്ടിലത്തെ ചങ്ങായി കേട്ടോ. അവരെ വണ്ടിയാണിത്. അപ്പോൾ അവൻ്റെ വണ്ടി ഷോറൂമിലൊന്ന് കൊടുക്കേണ്ടി സർവീസായിട്ട് 5000-ൻ്റെ സർവീസ്. അപ്പോൾ ഓനങ്ങനെ വണ്ടി സർവീസിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത് ഇന്ന് രാവിലെ. അപ്പോൾ പിന്നെ എനിക്കിവിടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും പാടെ അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ ഓടാൻ പോയില്ല. സെക്കൻഡ് നമ്മളെ വള്ളത്തോളിലല്ലേ നെക്സ സർവീസിൽ പോയിട്ട്
സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ സർവീസ് ആട്ടോ 5000-ൻ്റെ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇതപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടണില്ല, പിന്നെ ഊബറും റാപ്പിഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് റിൻഷത് ഊബർ ഓട്ടൊക്കെ ഉണ്ടോ? ഊബർ സെറ്റ് അല്ലേ, എല്ലാവരും വന്നോളി. കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാം അല്ലേ, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാം. അറിയാം നമ്മളൊരു എത്ര നേരം കടന്നുറങ്ങിയത്? കണ്ടമാന സമയം കടന്നുറങ്ങി. സമയം 6-8 ആയിട്ടോ. അപ്പം നമ്മൾ ഇനി നോമ്പ് തുറക്കാൻ പോവാണ് കേട്ടോ. വലിയ ഊബറിന്റെ മുതലാളിയാണ്. ഇനി നമ്മളെന്ത് ചെയ്യും? എപ്പോഴും വാങ്ങുക 6:45 അല്ലേ? 6:45 നമ്മൾ നോമ്പ് തുറന്നിട്ടാണ് ഇനി ഓടുന്നത്. ചെക്കനെ പുതിയ വണ്ടി ആട്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇന്നത്തെ ദിവസം റിൻഷിദിന്റെ കൂടെ. ഇന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല ഉഷാറായി കടന്നുറങ്ങി. എന്നും ആരെയൊക്കെ ഒരാളുണ്ടാവും. എന്നും പഞ്ചപ്പുണ്ടാവും. ഇവൻ നമ്മള് മാപ്പിൽ ആഡ് ചെയ്തിക്കണം, അതിനാലെ കുടുങ്ങിക്കണം. എന്നും ഇവനെന്താ പരിപാടി അറിയോ? ഇവനെന്നും മമ്മൂട്ടിന്റെ അരി പോയിരിക്കുക, അല്ലെങ്കിൽ തൊപ്പിന്റെ അരി പോയിരിക്കുക, ഓടൂല. അതെ, ഓട്ടം കമ്മിയാണ്. ഒരു 500 രൂപയ്ക്ക് ഓടിയാണ്ട് തൊപ്പിന്റെ അരി പോയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഏണിങ്സ് ഇത് 330. കുറേ പോക്കറ്റ് നിറഞ്ഞു. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്, ഇനി നാളെ ഉണ്ടെങ്കിൽ കാണാം.